ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ് കേട്ടോ. അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 8 ചെറിയ ബ്രെഡാണ് എടുത്തത്. അപ്പോൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വലിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 എണ്ണമൊക്കെ ആയാലും മതി കേട്ടോ. ചെറിയൊരളവിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തത് ഞാനൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാനുള്ളത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഗുലാബ് ജാമുന്. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതൊക്കെയൊന്നും വേണ്ടി വരില്ല. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കുന്ന ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിലുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലൊരു കുഞ്ഞു ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുത്താൽ മതി. നല്ലൊരു ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നല്ലൊരു കളറായി വരുന്നുണ്ട്. അതുകൊണ്ട് കൈവിടാതെ ഒന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. പിന്നെ നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഗുലാബ് ജാമുൻ ഇട്ടിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലാതെ ഓവറായിട്ടൊന്നും തിളപ്പിക്കണ്ട. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം പിന്നെ ഇത് എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഗുലാബ് ജാമുൻ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഷുഗർ സിറപ്പിൽ ഇടാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഒരു കാഴ്ചയാണിത്. നന്നായി വീർത്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക. പിന്നെ എളുപ്പമാണ്, അല്ലാതെ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന പോലെ കഷ്ടപ്പാടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്